തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ മുൻ ബ്ലോക്ക് മെമ്പറെ അസഭ്യം പറഞ്ഞതായി പരാതി. കടയ്ക്കാവൂർ സ്വദേശി രാധികയ്ക്ക് നേരെയാണ് അസഭ്യവർഷം. കൊലപാതക കേസിലടക്കം പ്രതിയായ ശാന്തകുമാറാണ് അസഭ്യം വിളിച്ചതെന്നാണ് പരാതി. സംഭവത്തിൽ രാധിക കടയ്ക്കാവൂർ പോലീസിൽ പരാതി നൽകി. ഇവന്റെ ഭാര്യയ്ക്കും അച്ഛനും ഒക്കെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വാർഡ് മെമ്പറായ സമയത്ത് എൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ ലെറ്റർ പേഡ് എഴുതി കൊടുക്കുകയും കുഴപ്പമില്ല ഇതുവരെ മറ്റുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ലെറ്റർ പേഡ് കൊടുത്തതിന് ശേഷമാണ് അന്ന് എൻ്റെ സഹായം കൊണ്ടാണ് ഇവന് ഇറങ്ങുകയും ചെയ്തത്. അപ്പം അതുപോലും ഓർക്കാതെ ഇപ്പം എനിക്ക് ഒരു സഹായം ചെയ്ത ഒരാളാണെന്ന് പോലും ചിന്തിക്കാതെ എന്നെ കേട്ടാലറയ്ക്കുന്ന അസഭ്യങ്ങളും എന്നെ ആ വീട്ടിൽ ഞങ്ങൾ അയൽക്കൂട്ടം കൂടിക്കൊണ്ടിരുന്ന വീട്ടിൽ കയറി അടിക്കാൻ വരികയും ചെയ്തു. അപ്പോൾ അയൽക്കൂട്ടത്തിലുള്ള സ്ത്രീകളന്ന് അവർ പിടിച്ചു തടഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എന്നെ അവൻ അടിക്കുമായിരുന്നു. ആ രീതിയിലുള്ള വെച്ചാൽ അത്രയ്ക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്നലെ അവൻ്റെ കയ്യിൽ നിന്നുണ്ടായത്. വിവരങ്ങളുമായി സനിസ ശോഭചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? എല്ലാ മുൻ ബ്ലോക്ക് മെമ്പറും കടയ്ക്കാവൂർ സ്വദേശിയുമായിട്ടുള്ള രാധികയ്ക്ക് നേരെയാണ് ഈ അസഭ്യ വർഷവും അതുപോലെ തന്നെ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. മുൻപ് കൊലപാതക കേസിലടക്കം ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ശാന്തകുമാറാണ് മദ്യപിച്ച് രാധികയുടെ വീടിന് മുൻപിലെത്തി ഇത്തരത്തിൽ അസഭ്യം പറയുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവർ കുടുംബശ്രീക്ക് പോയ സ്ഥലത്ത് വെച്ച് അടക്കം അവരെ ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ടാണ് ഇത്തരത്തിൽ രാധിക പരാതി നൽകിയിട്ടുള്ളത്. ശാന്തകുമാറിന്റെ വീടിന്റെ മെയിൻ്റെനൻസിന് പണം അനുവദിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ രാധികയെ ആക്രമിക്കാനും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തത്. എന്നാൽ താൻ ഇപ്പോൾ മെമ്പർ അല്ലെന്നും ആ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തിൽ തിരക്കണമെന്നും രാധിക ഇയാളോട് പറയുകയുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെയാണ് വീടിന് മുന്നിൽ വെച്ച് വലിയ തരത്തിൽ ഇയാൾ പ്രശ്നം സൃഷ്ടിച്ചത്. തന്നെ പരസ്യമായി അപമാനിച്ച കാരണം ചൂണ്ടിക്കാട്ടി രാധിക കടയ്ക്കാവൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിന്മേൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കമുള്ള കേസുകൾ പോലീസ് എടുത്തിട്ടില്ല എന്ന ഒരു ആരോപണം കൂടി രാധിക ഉന്നയിക്കുന്നുണ്ട്. ഡെൽന.